നമ്മൾ സംപ്രേഷണം ചെയ്തൊരു വാർത്തയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ തുക തിരിച്ചുപിടിക്കാൻ സർക്കാർ നടപടി ആരംഭിച്ചു. അനർഹർ കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ 18% പിഴ പലിശ സഹിതം ഈടാക്കും. പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 ബിഗ് ഇമ്പാക്റ്റ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ തീരുമാനം എപ്പോഴാണ് വന്നത്? തീരുമാനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകിട്ടോടുകൂടിയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കുന്നത്. ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാങ്ങുന്നവരെ കണ്ടെത്താൻ സർക്കാർ ഇക്കാര്യത്തിൽ ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുന്നെന്നുള്ള വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. സംസ്ഥാനത്തെ 1458 സർക്കാർ ജീവനക്കാരാണ് അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. മാത്രവുമല്ല, കണക്ക് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 9000-ത്തിലധികം അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. പിന്നാലെ ധനവകുപ്പ് അടക്കം ഈ വിവരം ശേഖരിച്ച് മറ്റു വകുപ്പുകൾക്ക് കൈമാറുകയും വിജിലൻസ് അന്വേഷണത്തിലടക്കം ശുപാർശ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ധനവകുപ്പ് എത്തിച്ചേരുകയും ചെയ്തു. അതിനുശേഷം ഈ അനർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് അന്വേഷിക്കാൻ സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റിയുടെ സേവനം പ്രയോജനപ്പെടുത്താനടക്കം തദ്ദേശ വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതടക്കമുള്ള മുഴുവൻ തീരുമാനങ്ങളുടെയും ആകത്തുകയെന്നോണം ഒരു സർക്കുലർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്നു. അതായത് അനർഹർ കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ പിഴപ്പലിശ സഹിതം ഈടാക്കാൻ, തിരിച്ചുപിടിക്കാനാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. 18% പിഴപ്പലിശ അടക്കം ഈടാക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നു. കൂടാതെ തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് ഡയറക്ടർ, നഗരകാര്യ ഡയറക്ടർ എന്നിവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. BMW കാറുള്ളവരും വലിയ ഉപകരണമടക്കം വീട്ടിലുള്ള സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നവരും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. C&AG റിപ്പോർട്ടിലെ കണ്ടെത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 24 വാർത്ത പുറത്തുവിടുകയായിരുന്നു, വാർത്ത സംപ്രേഷണം ചെയ്യുകയായിരുന്നു. ഏതായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഇനി വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് നമുക്കറിയാം. ഈ മലപ്പുറം ജില്ലയിലെ ചില കേന്ദ്രങ്ങളിലൊക്കെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങൾക്കുള്ളിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള ആ തീരുമാനമടക്കം ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും ഇപ്പോൾ സർക്കാരിന് നഷ്ടപ്പെട്ട പണം അത് തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. താങ്ക് യു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രാധാന്യത്തോടെ 24 സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയായിരുന്നു. എന്തായാലും ആ വാർത്തയ്ക്ക് തീരുമാനമുണ്ടായിരിക്കുന്നു.